ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് പിന്നെയും സന്തോഷത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഒരവസരം കൂടി ലഭിച്ചതിന് നമുക്ക് നന്ദി പറയാം. നാം എല്ലാവരും നന്മ ആഗ്രഹിക്കുന്നവരാണ്. എല്ലാ കാര്യങ്ങളും ശുഭമായി പര്യവസാനിക്കണമെന്നും അത് ഏറ്റവും നന്നായിരിക്കണമെന്നും നാം ഓരോരുത്തരും ആഗ്രഹിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി നല്ല കാര്യങ്ങൾ ചെയ്യുവാനും അത് എല്ലാ നിലയിലും ഏറ്റവും മേത്തരമായതായിരിക്കണമെന്നും നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം എന്തെങ്കിലും കരുതി വയ്ക്കുന്നെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കണം, അവരുടെ ഭാവി ഏറ്റവും അനുഗ്രഹമായിരിക്കണം. ഇതൊക്കെയാണ് സകല മനുഷ്യരുടെയും ചിന്ത. നമുക്ക് വേണ്ടി നമ്മുടെ ദൈവം കരുതുമെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം വിശ്വസിക്കും? അത് നാം വിശ്വസിച്ചേ പറ്റൂ. അതായത് യിരെമ്യാ പ്രവചനം 29-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ ദൈവം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. നാം നമ്മുടെ ഭാവിയെക്കുറിച്ചും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചൊക്കെ കരുതുമ്പോൾ അതിനപ്പുറമായി നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം എത്ര സന്തോഷമുള്ള കാര്യമാണ്. ദൈവവും നമുക്ക് വേണ്ടി കരുതുകയാണ്. നമ്മളെ ഏറ്റവും ഉന്നതമായ നിലയിൽ മാനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ തൻ്റെ മക്കളെക്കുറിച്ച് ദൈവത്തിനും കരുതലുണ്ട് എന്നാണല്ലോ അതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇംഗ്ലീഷിൽ ആ വാക്യം നമുക്ക് എങ്ങനെയാണ് വായിക്കാൻ പറ്റുന്നത്? ഫോർ ഐ നോ ദ പ്ലാൻസ് ദാറ്റ് ഐ ഹാവ് ഫോർ യു. യെസ്, ഐ ഹാവ് എ പ്ലാൻ ഫോർ യു. അതൊരു വളരെ പ്രത്യേകതയുള്ള ഒരനുഭവമാണ്. അതെ, നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന, കരുതുന്ന ഒരു ദൈവം, നമ്മുടെ ഭാവിക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായത് കരുതി വയ്ക്കുവാൻ ഒരു പിതാവിനെ പോലെ ദൈവം ആഗ്രഹിക്കുന്നു. നാം പരിമിതമായ നിലയിലായിരിക്കും നമ്മുടെ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. നമ്മുടെ ധനത്തിനൊത്തവണ്ണം, നമ്മുടെ കഴിവിനൊത്തവണ്ണം, നമ്മുടെ പ്രാപ്തിക്കൊത്തവണ്ണം നാം എന്തെങ്കിലും കരുതി വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം അതിനേക്കാളൊക്കെ ഒത്തിരി അപ്പുറമായിട്ടാണ് നമ്മളെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ പ്ലാനിങ് തെറ്റിപ്പോയാലും ദൈവത്തിൻ്റെ പ്ലാനിങ് തെറ്റിപ്പോവുകയില്ല. അപ്പോൾ നാം എല്ലാം ശുഭകരമായി പര്യവസാനിക്കണമെന്ന് ആഗ്രഹിച്ച് ഒരു കാര്യം തുടങ്ങിയാലും പലപ്പോഴും അതിൻ്റെയൊക്കെ അന്ത്യം അത്ര ശുഭകരമായിരിക്കുകയില്ല എന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് നമുക്കറിയാം. എന്നാൽ ദൈവത്താൽ ആരംഭിക്കുന്നത്, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ആരംഭിക്കുന്നത് അത് ശുഭകരമായി തന്നെ പര്യവസാനിക്കും. ഒരു പിഴവും വരുത്താതെ, ഒരു ന്യൂനതകളും ഉണ്ടാകാതെ, ഒരു തരത്തിലും ഒരു ദോഷവും എങ്ങും സംഭവിക്കുവാനിടയാകാതെ ദൈവം നമുക്ക് വേണ്ടി ഇതാ നല്ലതൊന്ന് കരുതുന്നു. നാം പ്രാർത്ഥിക്കുന്നുണ്ട്: എൻ്റെ കർത്താവേ, എനിക്ക് വേണ്ടി അങ്ങ് ഒരു പുതിയ വഴി തുറന്നു തരണമേ. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി അങ്ങ് ഒരത്ഭുതം പ്രവർത്തിക്കണമേ. ഒരു നല്ല ജോലി ലഭിക്കുവാൻ വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. വർഷങ്ങളായി വിവാഹിതരായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്
തലമുറയില്ലാതെ ഞങ്ങൾ ഭാരപ്പെടുന്നു. ദൈവമേ, അങ്ങൊരു അത്ഭുതം പ്രവർത്തിക്കണമേ. പലവിധ മാറാരോഗങ്ങളാൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ രോഗങ്ങളെ മാറ്റി ഞങ്ങളെ സൗഖ്യമാക്കണമേ. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് പാർക്കുവാൻ ഒരു ഭവനം നൽകി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സാമ്പത്തികമായ ഞെരുക്കത്തിൽ നിന്ന് ഒരു വിടുതൽ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ എത്രയോ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ട്. അതിനെല്ലാം നാം ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി അതിമനോഹരമാക്കി തീർക്കുവാൻ നമുക്ക് നല്ലതുപോലെ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം നമ്മുടെ പ്രാർത്ഥനയെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തക്ക സമയത്ത് നമുക്ക് വേണ്ടി അത്ഭുതം കർത്താവ് പ്രവർത്തിക്കും. നാം അത് വിശ്വസിച്ചാൽ മാത്രം മതി. കാരണം ദൈവവചനം ഇങ്ങനെയാണല്ലോ നമ്മെ ഓർപ്പിക്കുന്നത്. വിശ്വസിച്ചാൽ നാം ദൈവത്തിൻ്റെ മഹത്വം കാണും. അതെ, നാം വിശ്വസിക്കണം. ദൈവത്തിൻ്റെ മഹത്വം കാണണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി നടക്കണം. അപ്പോൾ ദൈവനാമം മഹത്വം എടുക്കും. അതാണ് ആ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം വിശ്വസിക്കണം. എനിക്ക് വേണ്ടി ദൈവം ഇങ്ങനെ ചെയ്യും. ഞാൻ ചെയ്താൽ അതിൽ കുറവുകൾ സംഭവിക്കാമെങ്കിലും എൻ്റെ ദൈവം അതെനിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ദിവസം നമുക്ക് സമ്പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ആ ബലമുള്ള ദൈവത്തിൻ്റെ കരങ്ങൾക്ക് താഴെ നമുക്ക് താണിരിക്കാം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകരവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീനെന്ന് ആമേൻ ദൈവം നമ്മോട് അരളി ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ആ വചനം ഏറ്റെടുത്തുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി കരുതിക്കൊള്ളും, അവൻ നമുക്ക് വേണ്ടി നല്ലതൊന്നും ചെയ്യും എന്നുള്ള ഒരു ഉറപ്പോടും ധൈര്യത്തോടും കൂടി കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് താണിരിക്കാം. പ്രിയപ്പെട്ടവരെ, നിശ്ചയമായും വേദപുസ്തകം തുടക്കം മുതൽ അവസാനം വരെ നാം പരിശോധിച്ചാൽ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു നല്ല ദൈവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവൻ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. നേരത്തെ നമ്മുടെ ഭക്തന്മാർക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ നമുക്ക് വേണ്ടിയും അവൻ അത്ഭുതം പ്രവർത്തിക്കും. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് താണിരിക്കാം. ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആഗ്രഹിക്കുന്നത് പോലെ നല്ല ശുഭകരമായൊരു ഭാവി ഉണ്ടാകുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്റ്ററുടെ പ്രാർത്ഥന പ്രിയപ്പെട്ടവരാൾ നിങ്ങളുടെ ഒപ്പമുണ്ട്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.